ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് വരുമ്പോഴത്തേന് തലയ്ക്ക് കുറച്ച് വെളിവുണ്ട് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാനായിട്ടുള്ള മനസ്സ് മറ്റുള്ള ആളുകൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇടയ്ക്ക് കയറി പറയുന്ന വർത്തമാനങ്ങൾ തീരെ കുറവാണ്. അനാവശ്യമായിട്ടുള്ള അലമ്പുകൾ തീരെ കുറവാണ്. ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പ്രേക്ഷകരുടെ വിജയം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഈ പവർ ടീമിൻ്റെ പവറുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ. പവർ ടീമിന് പവറുണ്ട്, ക്യാപ്റ്റന് പവറുണ്ട്. ഇതിൽ ആർക്കാണ് ശരിക്കും പവർ ഉള്ളത് എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഹൗസിലുള്ള ആളുകൾക്കോ പ്രേക്ഷകർക്കോ വലിയ ഐഡിയ ഒന്നുമില്ല. ഏതായാലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളെ പരിഗണിച്ചിട്ടാണ് പവർ ഗ്രൂപ്പിലുള്ള ആളുകൾക്കിടയിൽ ഒരു റാങ്കിങ് കൊണ്ടുവന്ന് 5th വരുന്ന ഒരാളെ റിമൂവ് ചെയ്ത് വേറൊരാളെ അങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് ബിഗ് ബോസ് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ജാസ്മിൻ ജബ്രി അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. ജാസ്മിൻ്റെ ഗെയിം ശരിക്കും പോവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ പോലും ഗബ്രി റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ അപ്പോഴേ നില മറന്നിട്ട് കളിക്കും. സിറ്റുവേഷനൊന്നും നോക്കില്ല, ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവും. ഇത് ഹൗസിലുള്ള ആളുകൾ ബുദ്ധിപരമായിട്ട് നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ എങ്ങനെയാണ് അവിടെ നിലനിന്ന് പോകുന്നത്? അതേപോലെ ഗബ്രിയുടെ കാര്യമാണെങ്കിലും ഗബ്രി ഓപ്പണായിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്ത 2 ഗെയിമേഴ്സാണ് അവർ. ശരിക്കും ഹൗസിൽ തന്നെ ആ ഒരു വീക്ക്നെസ് പുറത്തേക്ക് കാണിക്കുന്നത് അവരുടെ ഗെയിമിനെ ബാധിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ജാസ്മിൻ്റെ ഗെയിമിനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അത് ഗബ്രി റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ളൂ. റാങ്കിങ്ങിന് ശേഷം പവർ ഗ്രൂപ്പിലേക്ക് പോവേണ്ട ആളുകളെ ഓരോ ടീമിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ജിൻഡോയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ജാസ്മിൻ പോകുന്നത്. ജിൻഡോ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഗെയിമിനകത്ത് വട്ടപൂജ്യം നേടിത്തന്നത് ജാസ്മിൻ്റെ കളി കാരണമാണ്. അതേപോലെ തന്നെ ജാസ്മിൻ അനാവശ്യമായിട്ട് കയറി ഹെഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ജിൻഡോ പറയുന്നത്. റസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജിൻഡോയെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ റസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ജിൻഡോ ജാസ്മിൻ തമ്മിലൊരു വാക്കേറ്റ് ഉണ്ടായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണേ. ഈ ഒരു സിറ്റുവേഷനിൽ ജാസ്മിൻ മറുപടി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇത്രയധികം ഒഫൻഡഡ് ആവുന്ന സമയത്ത് അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഗബ്രി എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ജാസ്മിൻ ഒഫൻഡഡ് ആവുന്നു. ഈ ഒരു അടിയിലേക്ക് ഗബ്രി ഓടി വന്ന് കയറുന്നു. അങ്ങനെ ജിൻഡോയായിട്ടൊരു വാക്കേറ്റം ഉണ്ടാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലവ് ട്രാക്കിനെക്കാട്ടിലും അപകടകരമായിട്ടുള്ള വേറെന്തോ ഒരു ട്രാക്കിൽ കൂടെയാണ് ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. പവർ ടീമിന്റെ റാങ്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 തൊട്ട് 5 വരെയുള്ള റാങ്കിങ് ആണ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. അതിപ്പോൾ അവിടെ ചെയ്ത പണികളുടെ അടിസ്ഥാനത്തിലല്ല കൊടുക്കേണ്ടത് എന്ന് ഗബ്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗബ്രി കുറച്ചും കൂടെ കളി മനസ്സിലാക്കിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇവർ റാങ്ക് ചെയ്ത സമയത്ത്, പവർ ടീമിലുള്ള ആളുകൾ റാങ്ക് ചെയ്ത സമയത്ത് യമുന റാണിക്ക് ഫസ്റ്റ് കൊടുക്കണം എന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു. കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ശരിക്കും അത് ഫസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലല്ലോ. അപ്പോൾ ഗബ്രി എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, പവർ ടീമിലെ പവർ ഉപയോഗിച്ച് ആളുകൾ ആരാണോ ആ രീതിയിൽ കൊടുക്കണം. അങ്ങനെ അവർ തീരുമാനിച്ചു. ഫസ്റ്റ് ശ്രീരേഖ, സെക്കൻഡ് യമുന റാണി, തേർഡ് ജാൻമണി, 4 ഗബ്രി, 5 നിഷാന. ഈ തരത്തിൽ അവർ റാങ്കിങ് കൊടുത്തു. 5ാമത് വന്നത് നിഷാന. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പവർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഈ 5ാമത്തെ ഒരാൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ നിന്ന് പല ആൾക്കാരും ഞാൻ പോവാം എന്നൊക്കെ പറയുകയാണ്. ഒരു ഗെയിം സ്പിരിറ്റും ഇല്ലാതെ. നിഷാന ഓക്കെ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. കാരണം ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു, നിഷാനയ്ക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ഇപ്പം നിഷാന ആസ് എ ഗെയിമർ ആ എടുക്കുന്ന ഡിസിഷനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്ത് ഗെയിം സ്പിരിറ്റ് ഞാൻ നോക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ പോകാം, ഇപ്പം ഗബ്രി പോകാമെന്ന് പറയുന്നുണ്ട്, ശ്രീരേഖ ഒരു മൊമെന്റിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോകാമെന്നൊക്കെ പറയുന്നത് ശരിക്കും അതിന് യോജിക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഏതായാലും പവർ ടീമിൽ നിന്ന് അങ്ങനെ നിഷാന പോയി. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ആര് വരും എന്നുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഗംഭീര അടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ ഗ്രൂപ്പിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. ജാസ്മിൻ, ജിൻഡോ, റസ്മിൻ മാത്രമുള്ള ആ ഒരു ഗ്രൂപ്പിൽ, ഇപ്പോൾ രതീഷ് പോയല്ലോ, ആ ഒരു ഗ്രൂപ്പിൽ ശരിക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജിൻഡോയ്ക്ക് താല്പര്യമില്ല. ഇതിനിടയിൽ പറയേണ്ട സംഗതി, ജിൻഡോ ഇങ്ങനെ നൈസായിട്ട് സ്കോർ ചെയ്ത് കയറി വരുന്നുണ്ട്. ഒത്തിരിയധികം കാര്യങ്ങൾ ജാസ്മിനെതിരെ ജിൻഡോ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അയാൾ ഗെയിം ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് ഞാൻ നോക്കി കാണുന്നുണ്ട്. ജാസ്മിനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് നിലവിൽ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഋഷി, ജാസ്മിൻ, സിജോ അവരാണ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത്. അവരാണ് അവസാനം തമ്മിൽ മത്സരിക്കാൻ വേണ്ടി വന്നത്. നെസ്റ്റിൽ നിന്നിട്ട് സിജോ, ഡെന്നിൽ നിന്നിട്ട് ഋഷി, അതേപോലെ ടണൽ ടീമിൽ നിന്ന് ജാസ്മിൻ. അപ്പോൾ ഈ 3 പേരിൽ ആരെ വേണം പവർ ടീമിന് റീപ്ലേസ് ചെയ്യാനായിട്ട്?
അപ്പം നമ്മുടെ ഗബ്രി പറയുന്നതിനകത്ത് ന്യായങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഗബ്രി അതൊരു സോഫ്റ്റ് കോർണർ കാരണം പറയുന്നതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അപ്സര അടക്കമുള്ള ആളുകൾക്കും ഒക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് അങ്ങനെ. ഇപ്പം ജാസ്മിൻ നല്ല എംപത്തറ്റിക്കാണ്. ജാസ്മിൻ ഭയങ്കര സൗണ്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കും, നല്ലൊരു ലീഡറാണ്. പാർഷ്യാലിറ്റി ഇല്ല, ഇമ്പാർഷ്യലാണ്. അതൊക്കെയാണ് ഗബ്രി പറയുന്ന പോസിറ്റീവുകൾ. സിജോയുടെ കാര്യത്തിൽ അവർ ഓൾമോസ്റ്റ് ഐക്യകണ്ഠേന പറയുന്നത് അപ്സരയില്ല കേട്ടോ. അവർ പറയുന്നത് സിജോ സ്വന്തം ലാഭത്തിന് വേണ്ടി ഗെയിം കളിക്കുന്ന ഒരാളാണ്. സിജോ വന്നു കഴിഞ്ഞാൽ നമുക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒരു ഹിറ്റ്ലർ മോഡൽ ഭരണം കാണേണ്ടി വരും എന്നൊക്കെ ഉള്ളതാണ്. ശ്രീരേഖ ആൻഡ് അപ്സര പറയുന്നത് സിജോയെ പോലെയുള്ള ഒരാളെയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രീരേഖയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ഗ്രൂപ്പായിട്ട് എടുത്തൊരു തീരുമാനത്തിൽ ശ്രീരേഖ ആ ഒരു അതൃപ്തി ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ജാസ്മിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. ഈ പവർ ടീമിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റാനായിട്ട് ശരിക്കും ബിഗ് ബോസ് ഇപ്പോൾ ആ ഒരു തീരുമാനം എടുത്തത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം പവർ ടീം ഉള്ളത് കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പവർ ടീമിൽ നിന്നിട്ട് പുറത്തേക്ക് വരികയും ഇങ്ങനെ പവർ ടീം ഇല്ലാതാവുകയും ക്യാപ്റ്റൻസി പരിപാടി കഴിയുകയൊക്കെ ചെയ്തപ്പോഴത്തേന് അർജുനൊക്കെ നേരെ പുറകിലേക്ക് പോയിട്ടുണ്ട്. കാണാനും കേൾക്കാനും കൂടെ ഇല്ല. ശ്രീതു സീനിലില്ല, പിന്നെ നോറ സീനിലില്ല, ശരണ്യ സീനിലില്ല, അങ്ങനെ കുറേയധികം ആൾക്കാർ സീനിലില്ല. ഋഷി ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അയാളുടെ പോയിൻ്റൊക്കെ പറയാനായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു.